ഹലോ കൂട്ടുകാരന്മാരെ, നമസ്കാരം. അപ്പോൾ നമ്മളിന്നൊരു തെരണ്ടി പിടിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തെരണ്ടി പിടുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ആ തെരണ്ടിയൊക്കെ പിടിച്ച് കയറ്റുന്നത്. അതായത് നല്ല സൈസുള്ള തെരണ്ടികളൊക്കെ അടിക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം അതിനുമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വരും. കാരണം ചൂണ്ടയിൽ ഹുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, ചിലപ്പോൾ എന്താ പറയുക, ഉച്ച വരെയെല്ലാം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ഒരു മീനെ നമുക്ക് കരയ്ക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയുള്ളൊരു നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു സൈസ് തെരണ്ടി അടിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാവരും ഏറ് തുടങ്ങിയിട്ടുണ്ട്, മീൻ അടിക്കുന്ന പറഞ്ഞിട്ട്. കണ്ടോ, എല്ലാവരും ഒരുപാട് ആളുകൾ ഇവിടെ നിന്നിട്ട് എറിയുന്നുണ്ട്. എല്ലാവരും ജിഗാണ് കേട്ടോ എറിയുന്നത്. പൗള് ഹൂക്കിൽ അവിടെ ഒരു സ്റ്റാർ ഫിഷ് എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്, നോക്കാം. അതെന്താ, സ്റ്റാറാണോ? ആടാ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടൊരു സാധനം കുടുങ്ങിയിരിക്കുന്നൊക്കെ എന്ത് ഭംഗിയുള്ളൊരു സാധനം കേട്ടോ, അടിപൊളി. അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. എല്ലാവരും വലിയ മീനിനെ കൊടുക്കാനുള്ള പരിപാടിക്കാണ്. നോക്കാം എന്തായാലും. ഇവിടെ എന്താ ഒന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു നല്ലൊരു സാധനം കയറിയിട്ടുണ്ട്. രണ്ടുപേരും കൂടി ജിഗിട്ട് അടുപ്പിച്ചിട്ടാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ജിഗ് അവിടെ നിന്ന് പൊട്ടും ചിലപ്പോൾ അവസ്ഥ കഴിഞ്ഞാൽ. ഇവിടെ ചൂണ്ടയിൽ മീൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ. മീൻ കരയ്ക്ക് കയറുന്നത് വരെ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിരിക്കും. ലീവാണ്. കുറേ നേരമായി ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വേറെയും 1-2 പേര് അതിന് ഫൗളോ കൊട്ട് പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ആ മുമ്പിൽ നീല ഷർട്ടിട്ട് നിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടോ, അവരിപ്പോൾ എറിഞ്ഞു പിടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഹുക്കപ്പ് കൊടുക്കുന്നു, നോക്കിക്കോ. പൊളി. അവിടെ വേറൊരാൾ ജിഗ് എറിഞ്ഞിട്ട് സാധനം പഠിച്ചിട്ടുണ്ട് കേട്ടോ. 3 പേരും കൂടി ജിഗ് ഇട്ടിട്ടിരിക്കുകയാണ്. മീൻ ഓടാൻ തുടങ്ങി. ഹെവി അല്ലേ? ഹെവി അല്ലേ? ഇപ്പം അങ്ങനെ 3 പേര് ഹുക്കിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്ത് 3 പേര് ഹുക്കിട്ട് പിടിച്ചാലും പൊട്ടിച്ചിട്ട് പോകും. കാരണം 5ഉം 6ഉം ഹുക്കിട്ട് പിടിച്ചിട്ട് പോലും മീൻ പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അത്രയും ഹെവി ആയിട്ടുള്ള സൈസാണ് അടിക്കുന്നത്. ഇപ്പം തന്നെ അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. എന്തായാലും ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിട്ടേ ഇടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. ഇപ്പം ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. പിന്നെ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചേട്ടന്മാർ കരയ്ക്ക് കയറ്റി തരാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. അത് ആർക്ക് മീൻ അടിച്ചാലും ശരി, അവരൊന്ന് കരയ്ക്ക് കയറ്റാൻ വേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. നല്ല മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കയറുമോ ഇല്ല എന്നുള്ള കാര്യം എന്തായാലും അറിയില്ല. കയറുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. കണ്ടോ, ഇതാണ് പരിപാടി. അവിടെ ഒരാൾ കടിച്ചു. അവിടെ കയറാനാണ് കേട്ടോ ബുദ്ധിമുട്ട്. 3 പേരും കൂടിയിട്ടാണ് അത് പരിപാടി. ഭയങ്കര മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മീന് കരയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനെ ഹുക്കിട്ടെടുക്കാൻ വേണ്ടി 2 ചേട്ടന്മാർ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഇപ്പം തന്നെ ഒരുപാട് സമയമായി ഇതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്തിയിട്ട്. ഇപ്പോൾ ഇനി അധികം സമയം എടുക്കില്ല, എത്രയും പെട്ടെന്ന് തന്നെ അതിനെ മുകളിലിപ്പോൾ കയറ്റും. കാരണം മീൻ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ചൂണ്ടക്കാരും ഏറ് നിർത്തി എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേട്ടോ. കാരണം മീനിൻ്റെ സൈസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് എത്തിക്കാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ. പൊളി മക്കളെ, സൈസ് സാധനം, ഹെവി സാധനം. എൻ്റെ അതേ പേരുള്ള ചേട്ടനാണ് കേട്ടോ പിടിച്ചെടുത്തിരിക്കുന്നത്. മനോജേട്ടനാണ് അതിനെ ഹുക്കിട്ട് വലിച്ച് മുകളിലേക്ക് എടുത്തത്. എന്തായാലും മാസ് പൊളിച്ചു. ഹെവി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ഐറ്റം.
കണ്ടില്ലേ, ഇതുണ്ടോ വലിക്കുമ്പോൾ വരുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ ചൂണ്ടയിൽ അടിച്ചാലും മണലിൽ പിടിച്ചിരിക്കുന്നത് ഈ സാധനം, പെട്ടെന്ന് മുകളിലോട്ട് കയറില്ല. എന്തായാലും നമ്മുടെ വാട്ടർമാൻ യൂട്യൂബ് ചാനലിലെ വർഗീസ് ചേട്ടനാണ് സാധനം അടിച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെയുള്ളൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചതിന് ഒരു ലൈക്ക് എന്തായാലും എനിക്ക് തരാൻ മറക്കല്ലേ. പിന്നെ ചാനലിൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സാധനം കയറിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടും കയറിയിട്ടുണ്ട്. കേട്ടോ എത്ര വലിയ സാധനം കേട്ടോ, ഇത് പുറത്താണ് ആൾ കയറിയിരിക്കുന്നത്. ഇത്രയും നല്ലൊരു ഹെവി ആയിട്ടുള്ള സാധനത്തിനാണ്. ഉരിയെടുക്കട്ടോ, അല്ലെങ്കിൽ പടച്ചാ പണിയാവും. ഇങ്ങോട്ട് വന്ന പതിനഞ്ച് പോയിന്നാ. ഒരു വാട്ടർമാൻ എന്ന് പറഞ്ഞൊരു ചാനലിൽ അടിച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ, അത് കണ്ട. അപ്പൊ അവരുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക. എന്നെ കൊണ്ട് തൂക്കാൻ പറ്റില്ല, എന്റെ മോനെ തൂക്കി. അപ്പൊ എന്തായാലും ഇതിനെ ഇവിടെ കെട്ടിയിടാനുള്ള പരിപാടിയാണ്. അതേ വെള്ളത്തിൽ കെട്ടിട്ടാലേ ആള് പ്രശ്നക്കാരനാവും. പിന്നെ കണക്കാർക്കെ കൂടെ മോള് ഇതിനിവിടെ മരത്തില് കെട്ടിയിടുകയാണ്. അതന്നെ വാല് കെട്ടിട്ടാണ് നല്ല കാര്യം. വാലും കൊണ്ടാണ് അടി കിട്ടുന്നത് അല്ലേ. അതിന്റെ മൂക്കരയുള്ള വെള്ളം വേണം അതിന്റെ സൈഡ് ചത്തു. ആ ഉണ്ട് അല്ലേ. ചെറിയ ഐറ്റം ഒന്നുമില്ല കേട്ടോ, ഇത് കണ്ടില്ലേ. എൻ്റെ കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര ഉള്ളൂ, ഏകദേശം ഒരു 80 കിലോൻ്റെ അടുത്ത് വരും സാധനം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളുടെ അന്ന് മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഞാൻ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ.